ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് ട്വിൻ സോൾസ്. ട്വിൻ സോൾസിനെ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക, അതായത് നമ്മൾ ട്വിൻ സോൾ ജേർണിയിലാകുമ്പോൾ നമ്മൾക്കുള്ള ആ ഒരു സോളും നമ്മുടെ ട്വിൻ സോൾ ആണോ അത് നോർമൽ റിലേഷൻ ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഡൗട്ട്സ് അതുപോലെ റീഡിങ്, ടാരോ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ട്വിൻ സോൾസിനെ പറ്റി പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഡൗട്ട് അടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട്, ഇപ്പം നമ്മൾ തന്നെ യൂട്യൂബിൻ്റെ തന്നെ ഒരുപാട് ടാരോ റീഡേഴ്സ്, ഒരുപാട് ആൾക്കാർ ഈ ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ചിലത് നമ്മൾ നോക്കുമ്പോൾ പലരും പല രീതിയിലാണ് ചിലപ്പോൾ പറയുന്നത്. അപ്പം നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും. ചിലപ്പോൾ ഒരു മോർ ദാൻ 5 to 6 years കഴിയുമ്പോഴായിരിക്കും ചിലർ പറയുന്നത്, ഓ ഇതെൻ്റെ ട്വിൻ സോൾ അല്ല, ഇതെൻ്റെ ഒരു നോർമൽ റിലേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു പേഴ്സൺ ഇയാളുള്ള ഒന്ന് ബാക്കിലോട്ടും തിരിച്ചു നോക്കുമ്പോൾ ഇയാൾ ഒരു ലോങ് 6 years ആണ് നശിപ്പിച്ചേക്കുന്നത്. അതായത് ഈ എനർജീനെ പറ്റി ആലോചിച്ചു വർക്കും ഒക്കെ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ കുറേയൊക്കെ മെന്റലി ഇമോഷണലി ഒക്കെ ഒരുപാട് അതായത് ചിലപ്പോൾ അവര് വല്ല എന്താ പറയുക, ഇപ്പൊ ഹീലിങ്, ട്വിൻ ഫ്ലെയിം ഹീലിങ്, അങ്ങനെ പലതരത്തിലുള്ള ഹീലിങ്ങും പല കാര്യങ്ങളും പല മെഡിറ്റേഷൻസും ഒക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ട് ഫണ്ടൊക്കെ കൊണ്ട് കൊടുത്ത് പൈസപരമായിട്ടും എല്ലാ തരത്തിലും ഒക്കെ മൊത്തം കോളമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞൊരു 6-7 years കഴിയുമ്പോഴാണ് അവർക്കൊരു വെളിപാട് ഉണ്ടാവുന്നത്, ഇത് ട്വിൻ സോൾ അല്ല, ഇത് നോർമൽ റിലേഷൻ ആണ്. അപ്പൊ ബാക്കിലോടുമ്പോൾ ഒരു ലോങ് 7 years ഒക്കെ ആയിരിക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവർ നോർമലി പറയും, സാരില്ല, അതൊക്കെ എൻ്റെ ഒരു പാഠമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു പാഠമല്ല, അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളല്ല. ഇപ്പൊ നമ്മളൊരു ഫസ്റ്റ് ഒരു ട്വിൻ സോൾ ജേർണിയിലാകുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് ടാരോ റീഡേഴ്സ് ഉണ്ട്. നമ്മൾ ടാരോ റീഡേഴ്സിൻ്റെ അടുത്തോട്ട് ചെല്ലും, എനിക്കുണ്ട് ഒരു റിലേഷൻ, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, അങ്ങനെ നമുക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് ഒക്കെ പറയും, ഉണ്ടോന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് നോക്കുമോ. ഓക്കെ, അവർ പറയാം, ഓക്കെ ട്വിൻ സോൾ ജേർണി ഞാൻ നോക്കി പറയാം. അങ്ങനെ നോക്കിയിട്ട് അവർ പറയും, ചിലപ്പോൾ ഇതെൻ്റെ ജേർണിയാണ്, അല്ലേ സോറി ഇത് ജേർണി അല്ല എന്ന് പറയും. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ ടാരോ റീഡേഴ്സിനും ഈ ട്വിൻ സോൾസിനെ, ഇപ്പോൾ കാർഡ്സിൻ്റെ അകത്തുനിന്ന് നമുക്ക് ട്വിൻ സോൾസിനെ നമുക്ക് പറയാം. പക്ഷെ എങ്കിലും നമുക്ക് കൂടുതലും കാർഡ്സിൻ്റെ അകത്തിനെക്കാട്ടിയും കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന എല്ലാ ടാരോ റീഡേഴ്സിനും ട്വിൻ സോൾസ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു സൈക്കിക് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ, അല്ലെങ്കിൽ അതേപോലെ ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ, ഒരു ഫസ്റ്റ് കാര്യമാണ് സൈക്കിക് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ നമുക്ക് ട്വിൻ സോൾസ്, അതായത് അവരുടെ എനർജി വൈസ് ക്യാച്ച് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ സൈക്കിക് എബിലിറ്റി എന്ന് പറയുന്ന സംഭവം, അത് എല്ലാ ടാരോ റീഡേഴ്സും സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരല്ല. അവർ ടാരോ റീഡിങ് പഠിച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആണ് എന്നും പറഞ്ഞവർ എല്ലാവരും സൈക്കിക് അല്ല. അപ്പോൾ ആ പഠിച്ച ടാരോസ് വെച്ചിട്ടൊക്കെയാണ് അവരിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാ ടാരോ റീഡേഴ്സും, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ എല്ലാ ടാരോ റീഡേഴ്സും സൈക്കിക് അല്ല. അപ്പൊ സൈക്കിക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തും, അതല്ലെങ്കിൽ എനർജി ക്യാച്ച് ചെയ്ത് പറയുന്ന ആൾക്കാരുടെ അടുത്തും വേണം നിങ്ങൾ ചെല്ലാൻ. സൈക്കിക് എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്. ചിലർക്ക് വിഷൻ ആയിരിക്കാം, ചിലർക്ക് ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അതായത് വേറെ ഒരു യൂണിവേഴ്സിൽ നിന്ന് അതേപോലെ സൗണ്ട്സ് കാര്യങ്ങൾ ഒക്കെ കേട്ടിട്ട് വിഷനാണ്. പിന്നെ ചിലർക്ക് ചെവികൾ കൊണ്ട് കേൾക്കാൻ പറ്റും സ്പിരിറ്റ് വേൾഡിന്, ചിലർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഒരു റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ ഇത് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ എന്താണ് നടന്നത്, അങ്ങനെ പലതരത്തിൽ അങ്ങനെ ഈ 3 ടൈപ്പിലാണ് സൈക്കിക് എബിലിറ്റി ഉള്ളത്. അപ്പൊ ഇങ്ങനെ സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാർ, വിഷൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ, അതായത് ഇവരുടെ മുൻജന്മങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞ ഇവരുടെ പാസ്റ്റ് ലൈഫിലും അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഉള്ളതിൽ പണ്ട് നടന്ന കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവർക്കൊരു വിഷനായിട്ട് വരും. അങ്ങനെയുള്ള ആൾക്കാർക്കും കണക്ട് ചെയ്ത് പറയാൻ പറ്റും. അതുമല്ല എങ്കിൽ ട്വിൻ സോൾസ് ആയിട്ടുള്ള തന്നെ ടാരോ റീഡേഴ്സ് ഉണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിലും അത് ഒറിജിനലി ഉള്ള ട്വിൻ സോൾസ് ആയിട്ടുള്ള ടാരോ റീഡേഴ്സിനോടും അവർക്കും നിങ്ങളുടെ എനർജി ക്യാച്ച് ചെയ്ത് പറഞ്ഞു തരാൻ പറ്റും. ഈ ടാരോ റീഡേഴ്സിന് എല്ലാവർക്കും പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരുപാട് ടാരോ റീഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇവര് നോക്കിയിട്ട് പറയും, ഓക്കെ ഇതിങ്ങനെയാണ്, കാർഡാണ്, എനിക്ക് ഈ കാർഡാണ് വീണത്. അപ്പൊ ചില ടാരോ റീഡേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, ഓക്കെ
എൻ്റെ കയ്യിൽ ഇത്രയും കാർഡ്സ് ഉണ്ട്, ഞാൻ പഠിച്ചതിൽ വെച്ചിട്ട് ഒരൊറ്റ കാർഡ് വീണാൽ മാത്രമേ ഇത് ട്വിൻ സോൾ ജേർണി ഉള്ളൂ. ആ കാർഡ് വീണാൽ മാത്രമേ ഞാൻ ട്വിൻ സോളാന്ന് പറയത്തുള്ളൂ. വേറെ ഏത് കാർഡ് വീണാലും ഞാൻ പറയില്ല ഇത് ട്വിൻ സോൾ ആണ്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരും ഓരോ കാർഡ്സ് വെച്ച് പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചത് ഈ രീതിയിലാണ്. ഒരു കാർഡ് ഞാൻ പഠിച്ച ഈ 4 കാർഡ് വീഴുമ്പോൾ അപ്പൊ ഓരോരുത്തരും ഓരോ ഇത് വെച്ചിട്ടാണ് അവർ ക്യാച്ച് ചെയ്ത് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒറിജിനൽ ഉള്ള ഒരു ട്വിൻ ഫ്ലെയിം ജേർണി ആയിരിക്കാം. പക്ഷെ ചിലപ്പോൾ നമുക്ക് അത് ആ കാർഡ്സിൻ്റെ നമുക്ക് കിട്ടത്തില്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു എനർജിയിലാണ് അവർ നോക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ആൻസർ കിട്ടാനുള്ള യാതൊരുവിധ വഴിയില്ല. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ അത്രയും ഹൈലി സൈക്കിക് ആയിട്ടുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഒറിജിനൽ പ്യുവർ ആയിട്ടുള്ള ട്വിൻ സോൾസുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് അവരോട് ചോദിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെയാണ് നമുക്ക് ഒരുപാട് പേരെ അറിയാം. കാരണം വെച്ചാൽ ഒരുപാട് നോർമൽ റിലേഷൻഷിപ്പിൽ സാധാരണ മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ തന്നെയാണെങ്കിൽ നമ്മൾ ഒരുപാട് യൂട്യൂബിന്റെയും അവരുടെയും ഓരോ ട്വിൻ സോൾസിന്റെയും ഒക്കെ റീഡിങ്ങിലും ഇതൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ കമന്റ്സിൽ തന്നെ നോക്കുവാണെങ്കിലൊക്കെ തന്നെ എൻ്റെ കമന്റ്സിന്റെ കാര്യം അല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ നമ്മളിപ്പോ വേറെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അവർ പറയുന്നത് ഇത് എൻ്റെ ട്വിൻ സോളാണ്, എന്നോട് മിണ്ടിയിട്ട് 3 വർഷമായി 4 വർഷമായി, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും, അങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ സാധാരണ പല ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് നമുക്ക് ഒരു ആസ് എ ഹ്യൂമൻ ബീങ് നമ്മുടെ ഇടയിലുണ്ട്. ചില അവർക്ക് തോന്നുന്ന സമയത്ത് വരും, അത് ചിലപ്പോൾ അവർക്ക് ആ ഒരു ടൈമിന് ആവശ്യമുണ്ട്. അതിനെയൊന്നും നമുക്ക് ട്വിൻ സോൾ കണക്ഷനായിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഇത് പറയുന്ന കേൾക്കുമ്പോൾ എൻ്റെ ഇതിൽ വന്ന ഒരുപാട് ആൾക്കാർ എന്നെ ചീത്ത വിളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. പക്ഷെ എനിക്കറിയാവുന്നത് ഞാൻ പറയാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് 6-7 years ഒക്കെ കൊണ്ട് വെറുതെ വേസ്റ്റ് ചെയ്തിട്ട് ട്വിൻ സോൾ അല്ല എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ആർക്കും കേൾക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു കാർഡ് വൈസോ അതല്ല എങ്കിൽ അത് അവർ പഠിച്ച കാർഡ് വീണാൽ മാത്രമേ പറയത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവർ പഠിച്ച എല്ലാം വീണെങ്കിൽ ചിലപ്പോൾ അതല്ല എന്ന് അവർ പറയാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ട്വിൻ സോൾസിനെ നിങ്ങൾ ശരിക്കുമുള്ള ട്വിൻ സോൾസ് ആയിട്ടുള്ള റീഡേഴ്സും അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാം. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾക്ക് ഒരു പേഴ്സണോട് നമുക്ക് ഇഷ്ടം തോന്നുമ്പോൾ നമുക്ക് സാധാരണ മനുഷ്യന്മാർക്ക് തോന്നുന്ന പോലെ ആദ്യം ഒരു ഷോക്കിംഗ് ആയിട്ട് നോക്കി നിൽക്കും, അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു സന്തോഷവും കുളിർമയും ഒക്കെ സാധാരണ നമുക്ക് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. പിന്നെ ചിലർ പറയും എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് വേറെ റിലേഷൻ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഈ ഒരു പേഴ്സണെ എനിക്ക് അന്ന് തോന്നുന്ന ഇഷ്ടം എനിക്ക് ഇപ്പോഴുണ്ട്, അതെനിക്കറിയാം. ഈ ട്വിൻ സോൾ ആയതുകൊണ്ടാണ് ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞാലും ഞാനിത് മറക്കില്ല എന്നൊക്കെ ഒരു ഇഷ്ടമാണത്. ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഡെപ്തിൽ പറഞ്ഞാലും കണ്ണുകൊണ്ടും അല്ലെങ്കിൽ അവൾ വിളിക്കുന്നില്ല, 10 ദിവസം വിളിക്കില്ല, അവൻ വിളിക്കുന്നില്ല, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നോർമൽ ഒരു റിലേഷൻഷിപ്പാണ്. നോർമൽ ശരിക്കും പറഞ്ഞാൽ ട്വിൻ സോൾസ് എന്ന് പറയുന്ന ആൾക്കാർ വളരെ കാമായിട്ടുള്ള ഒരാൾക്കാരാണ് എന്നും പറഞ്ഞുകൊണ്ട് അവര് അഴക്കിനും ഇടിക്കും പോകണമെന്നല്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ 2 ആൾക്കാരും ഭയങ്കര കാമാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഉള്ളുകൊണ്ട് അറിയാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാനോ അവരുടെ കാർമിക് പാർട്ട്ണർ ഉണ്ടെന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ അവർ ഈ ഒരു ജേർണീനെ അറിയാതെ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അവർ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. പിന്നെ നമ്മൾ ട്വിൻ സോൾ പിന്നെ മറ്റുള്ളവരെ പോയി നമ്മൾ വഴക്കുണ്ടാക്കാനോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയുള്ള ഒരു ജേർണിയൊന്നും അല്ല. അവർക്ക് എപ്പോഴും വേണ്ടത് എനിക്ക് എൻ്റെ ഉള്ളിൽ ഉള്ള നമുക്ക് ഓരോ ചക്രാസും ഉണ്ടല്ലോ, അപ്പൊ ഓരോ ചക്രാസും ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് അതിനെയൊക്കെ കാമാക്കിയൊക്കെയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് ഒരിക്കലും എൻ്റെ ട്വിൻ സോളിന്റെ അടുത്തോട്ട് പോയി അല്ലെങ്കിൽ അവളുടെ ഒപ്പം ജീവിക്കണം, അല്ലെങ്കിൽ അവൾ എന്നെ വിളിക്കുന്നില്ല, അങ്ങനെ ഒരു യാതൊരു ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് ഇല്ല. അവർക്ക് വേണ്ടത് അവരുടെ ഉള്ളിലുള്ള ഈ വിങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തീനെ അവർക്ക് കെടുത്തി കൊടുക്കണം. അപ്പൊ അതാണ് എല്ലാ ട്വിൻ സോൾസും വരുന്നത്. സാധാരണ നമുക്ക് റീഡിങ്ങിനൊക്കെ ആൾക്കാർ വരുമ്പോൾ നോർമൽ അഫെയർ ഉള്ള ആൾക്കാർ വന്നിട്ട് ഇത് ട്വിൻ സോൾ ആണ്, ട്വിൻ സോൾ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ട്വിൻ സോൾസ് അങ്ങനെയല്ല വരുന്നത്. ട്വിൻ സോൾസ് വരുന്നത് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഇതിനെ എനിക്കൊന്ന് കാമാക്കി തരണം, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഒന്ന് ഞാനായിട്ട് മാറിയാൽ മതി, അങ്ങനെ ഒരു രീതിയിലാണ്. മറ്റൊരു വരുന്നതെന്ന് വെച്ചാൽ അവൻ എന്നെ വിളിക്കുന്നില്ല, അവൻ എൻ്റെ ട്വിൻ സോളാണ്, അവൻ അവിടെ വന്നു, ഇവൾ ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇറിറ്റേറ്റഡ് സാധാരണ ഒരു റിലേഷൻഷിപ്പിലാണ്. എന്നിട്ട് അവർ പറയുന്നത് ട്വിൻ സോൾ എനർജി ആണെന്ന്. ശരിക്കും പറഞ്ഞാൽ
അങ്ങനെയല്ല ട്വിൻ സോൾസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സൈക്കിക്കോ അല്ലെങ്കിൽ ഒരു ടാരോ പ്രോപ്പർ ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരാളുടെ അടുത്താണ് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ എനർജി ക്യാച്ച് ചെയ്തിട്ടാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്വിൻ സോൾസിന് മാത്രം പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് എനർജി. ഇപ്പൊ സാധാരണ ഒരു മനുഷ്യന് റിലേഷൻഷിപ്പിലാവുമ്പോൾ പല തരത്തിലാണ് നമുക്ക് ഫീലിങ്സ് വരും. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു ഇഷ്ടം വന്നു, അവിടെ കണ്ണുകൾ നോക്കിയില്ല അവൻ്റെ ചിരി കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പറയാൻ പറ്റാത്ത ഒരു എനർജി ഉണ്ട്, അതാണ് ട്വിൻ സോൾസിന്. ആ എനർജി അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്, അത് നമ്മുടെ സോള് നമുക്ക് തരുന്ന ഒരു എനർജിയാണ്. ആ എനർജീനെയാണ് അവർക്ക് കാമാക്കി, ആ എനർജീനെയാണ് അവർക്ക് കൺട്രോൾ ചെയ്യേണ്ടത്. അതല്ലാതെ എന്നെ വിളിക്കണം, എന്നെ കാണണം, അല്ലെങ്കിൽ ഒന്ന് ഒരു വെച്ചാൽ അങ്ങനത്തെ നോർമൽ ഒരു മനുഷ്യന്മാർ പറയുന്ന രീതിയിലുള്ള യാതൊരു ഇമോഷൻസും അല്ല ട്വിൻ സോൾസ് എപ്പോഴും എനർജി വൈസ് ആണ് കണക്റ്റഡ്. അവർക്ക് ആ എനർജീനെയാണ് കൺട്രോൾ ചെയ്ത് കാമാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വിൻ സോൾ ആണോ അത് നോർമൽ റിലേഷൻ ആണോ എന്ന് നിങ്ങൾ ഫസ്റ്റ്, ഇപ്പൊ ടാരോ റീഡേഴ്സിന്റെ അടുത്താണെങ്കിലും എവിടെ ചെന്നാലും ഫസ്റ്റ് നിങ്ങൾ തന്നെ നിങ്ങൾ നോക്കുക, എൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്, അതല്ലാതെ ഒരു എനർജി പോലെ എൻ്റെ സോളിനല്ല. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുക, ആ ഒരു നമ്മൾ ഈ പറയുന്ന പോലെ മാഗ്നറ്റിക് പുള്ള് എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കൈയും കാലും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ, അല്ലെങ്കിൽ കൈ കളി തമ്മിൽ മുട്ടുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഷോക്ക് വന്ന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല ശരിക്കും. അത് ഇലക്ട്രിക് ഷോക്ക്, അത് നോർമലി നമ്മൾ ഫിസിക്സും ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ ഒരു ഇലക്ട്രിക് ഷോക്ക് എന്താണ്. അതല്ലാതെ നമുക്ക് വേറൊരു സ്പിരിച്വൽ വേൾഡ് എന്ന് പറയാം, അതല്ലെങ്കിൽ വേറൊരു ഡയമെൻഷനിൽ നമുക്കൊരു എനർജി വരും. ആ ഒരു എനർജിയാണ് ശരിക്കും പറഞ്ഞ ട്വിൻ സോൾസിന് കിട്ടുന്നതും. ആ ഒരു ഷോക്കിലാണ് പിന്നെ ട്വിൻ സോൾസ് ഇതിന്റെ പുറകെ പോകുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിക്കുക. അങ്ങനെ ഒരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ കൂടെ പോവുക, ട്വിൻ ഫ്ലെയിം ജേർണിയുടെ എല്ലാ വർക്കും ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് എനർജി ഇവരെന്താണ് ഈ പറയുന്നത്, എന്ത് എനർജിയാണ്, എനിക്ക് അതൊന്നുമല്ല, എനിക്ക് അവളോട് ജന്മജന്മാന്തരങ്ങൾ അവനോടുള്ള ബന്ധമാണെന്നൊക്കെ പറയണേ നിങ്ങൾ മനസ്സിലാക്കുക, അതൊന്നെങ്കിലും നിങ്ങളുടെ നോർമൽ റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ വേറെ സോൾ കണക്ഷൻസിലുള്ളതാണ്. ട്വിൻ സോൾസ് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും എനർജി വൈസ് ആണ് കണക്ട്. അതുകൊണ്ടാണ് ട്വിൻ സോൾസിന് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അവരെപ്പോഴും എനർജി വൈസ് ആണ് അവർ കണക്ട്. അവർക്ക് ഈ എനർജിയാണ് ബാലൻസ് ചെയ്യേണ്ടത്, അതല്ലാതെ ഒരുമിച്ച് ജീവിക്കുക അങ്ങനത്തെ അതൊക്കെ അവർക്ക് ഉണ്ടെങ്കിൽ അതൊരു ടൈം കഴിയുമ്പോൾ, ചിലപ്പോൾ എല്ലാവർക്കും ഒന്നുമില്ല, ചിലപ്പോൾ ഒരു ടൈം കഴിയുമ്പോൾ ആ ഒരു ഹീലിങ്ങിന് വേണ്ടിയാണ് ആ ഒരു ദൂരം. അത് ചിലപ്പോൾ ഒരു 1-2 പ്രോപ്പറായിട്ട് ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമ്മൾ പ്രോപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു 1 ഇയറിനുള്ളിൽ, മാക്സിമം ഒരു 1 ഇയറിനുള്ളിൽ നമുക്ക് കാമാക്കാൻ പറ്റും ട്വിൻ സോൾസിനെ. പിന്നെ അവർക്ക് അവരുടെ ലൈഫ്, അതായത് ആ ഒരു എനർജി ഉണ്ട് നമ്മളോട്, പക്ഷെ നമുക്കതിന് ബാലൻസ് ചെയ്ത് നമുക്കതിന് കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാക്കാൻ പറ്റും. അപ്പോൾ എത്രയുള്ളൊരു പ്രോസസ്സിനെയാണ് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് ചക്ര ഹീലിങ്, മെഡിറ്റേഷൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യണം, ശരിയാണ്, പക്ഷെ അതിനൊക്കെ ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അതല്ലാതെ നമ്മൾ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ സൗണ്ട് വെച്ചിട്ടും സൗണ്ട് ഹീലിംഗ് ഒക്കെ എന്നല്ല, അല്ലാതെ മെഡിറ്റേഷൻസിൻ്റെ ഇടയ്ക്ക് സൗണ്ട് കേട്ടിട്ടും ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് തരാം എന്നൊക്കെ പറയാം, അങ്ങനെയല്ല. നമ്മൾ ചെയ്യേണ്ട വർക്ക് നമ്മൾ തന്നെ ചെയ്യണം, അല്ല മറ്റുള്ളവരല്ല ചെയ്യേണ്ടത്. എൻ്റെ ഞാനെന്നൊരു വ്യക്തിയെ ഉയർത്തിയെടുക്കും, അപ്പൊ ഞാൻ തന്നെ ശ്രമിക്കുക ചെയ്യണം. അപ്പൊ ഞാൻ തന്നെയാണ് അതിൻ്റെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യുക, അങ്ങനെ ഓരോരോ കാര്യങ്ങളും, മിറർ വർക്ക്, ഷാഡോ വർക്ക്, അങ്ങനെ ഓരോരോ പരിപാടി ചെയ്ത് നമ്മൾ വരേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് എനർജി കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ആ എനർജി എനിക്ക് കിട്ടിയിട്ടില്ല എടുക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത പറയാൻ, അല്ലാതെ കമന്റ്സിലൂടെ എന്നെ ഓരോന്ന് പറയല്ല ഇത് ചെയ്യേണ്ട. ഞാൻ പറയാണ്, അങ്ങനെ ഒരു എനർജി ഇപ്പൊ നമുക്കൊക്കെ ഇപ്പൊ ഒരുപാട് ട്വിൻ സോൾസും ആൾക്കാരും ഒക്കെ വരുന്നതാണ്. അപ്പൊ നമുക്ക് ആ എനർജി റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും വിചാരം എന്ന് വെച്ചാൽ ട്വിൻ സോൾസ് എന്ന് പറയുമ്പോൾ അങ്ങ് നമ്മളിപ്പോൾ കല്യാണം കഴിക്കാനും ഒക്കെ വേണ്ടിയുള്ള ഒരു ആളാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 100 ട്വിൻ ഫ്ലെയിംസ് ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 10 പേർക്ക് മാത്രമേ ഒരുമിച്ചിട്ടുള്ള ഒരു സോൾ പേർപ്പസ് ഉള്ളൂ.
ആ ഒരുമിച്ച് വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു കല്യാണം കഴിക്കില്ല, 10% ആൾക്കാർ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ. ചില ആൾക്കാർക്കും ഒരുമിച്ചുണ്ടാവും, പക്ഷെ അവർ കല്യാണം കഴിക്കാതെ ഒരുമിച്ച് എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഹീലിങ്ങോ അങ്ങനെ പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ ഒരു ബന്ധവും പോലും കാണില്ല, അവര് ഒരു പാട്ടിലായിരിക്കും, വേൾഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മറ്റേ അപ്പുറത്തെ സൈഡിൽ, പക്ഷെ ഒരു എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്. അതാണ് ട്വിൻ സോൾസ്. അപ്പൊ അവരൊരിക്കലും മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യത്തില്ല, മറ്റുള്ളവരുടെ സ്പേസും മറ്റുള്ളവരുടെ ഫീലിങ്സും ഇമോഷൻസും. അതാണ് ട്വിൻ സോൾസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിന്റെ ഏറ്റവും ഭയങ്കര എന്താ പറയാ ഫേവറേറ്റ് ചിൽഡ്രൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് ട്വിൻ സോൾസ്. അപ്പൊ അവർക്ക് മറ്റുള്ളവർ ഉപദ്രവിക്കാനോ മറ്റുള്ളവരുടെ ഫീലിങ്സും എമ്പതുകളായിരിക്കും. അപ്പൊ മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ടോ പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ വിഷമിപ്പിക്കാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അത്രയ്ക്ക് നല്ല സോൾസ് ആണ് അവര്. അപ്പൊ അതുകൊണ്ട് ഒക്കെയാണ് അവർ ഈ ഒരു പാത്തിലോട്ട് ഈ ഒരു ജേർണിയിലോട്ടും ഒക്കെ വന്നിരിക്കുന്നത്. ബിക്കോസ് അവർ ഒരുപാട് ലൈഫിൽ അവർ ഹീൽ ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അപ്പൊ അതുകൊണ്ട് ട്വിൻ സോൾസിന് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അങ്ങനെയുള്ള ഒന്നും പറ്റില്ല. അപ്പോൾ അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു ഫോമാണ് ട്വിൻ സോൾസ്. അപ്പൊ ഇപ്പൊ അവരും ശരിക്കും പറഞ്ഞാൽ അവരും വന്നു കഴിയുമ്പോൾ അവർക്ക് എനർജിയാണ് കാമാക്കി കൊടുക്കുന്നത്. അവർ ആരും തന്നെ പറയില്ല എനിക്ക് എന്റെ ട്വിൻ സോൾ എന്റെ ജീവിതത്തിൽ എന്റെ കൂടെ വേണം, എന്റെ ലൈഫിൽ വേണം, ഒന്നും അവർ പറയാറില്ല. അതാണ് ഇവിടെ നമ്മൾ റീഡിങ്ങിന് വരുമ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ, ഒറിജിനൽ ട്വിൻ സോൾസ് ആണെങ്കിൽ അവർ എനർജി വൈസ് ബാലൻസ് ചെയ്ത് അങ്ങനെ പോകാൻ നോക്കുന്നു. അതല്ലാതെ ഫേക്കായിട്ടും കാർമിക്കായിട്ടും ഒക്കെ വരുന്ന ബാക്കിയുള്ള എനർജീസ് ആണ് എനിക്ക് കൂടെ വേണം, അവനെന്നെ വിളിക്കോ വരുവോ, അവനെന്നെ അങ്ങനെ നോക്കുന്നു. അവർ ഭയങ്കര ഇറിറ്റേറ്റഡ്. അവർക്ക് അത് ഇഷ്ടം. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ അവരുടെ വിചാരം നമ്മുടെ കൂടെ ജീവിതത്തിൽ ഫുള്ള് നമ്മുടെ കൂടെ കാണുമെന്നൊക്കെയാണ് ആൾക്കാരുടെ വിചാരം. അതുകൊണ്ട് അതിനെ എന്റെ കയ്യിലോട്ട് കിട്ടാനാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ എനർജീനെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ഫേക്കായിട്ടുള്ള ട്വിൻ സോൾസ് വരും. അപ്പൊ അവർ തന്നെ പറയാറുണ്ട് എനർജി, അതെന്താണ് എനർജി, എനിക്കൊന്ന് പറഞ്ഞു തരുമോ മാഡം, അല്ലെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ എനർജി എന്താന്ന് പറയാൻ പറ്റും. ഞാനങ്ങ് പറഞ്ഞു തന്നിട്ട് എനിക്ക് തിരിച്ച് പറഞ്ഞു തരാനുള്ളൊരു ഇതല്ല എനർജി എന്ന് പറയാം. ആ എനർജി ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കറിയാം അതെന്താണെന്ന്. അപ്പൊ ട്വിൻ സോൾസിന് അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ട്വിൻ സോൾ അല്ല എന്ന്. അപ്പോൾ ശരിക്കുള്ള ട്വിൻ സോൾസിന് അറിയാം. നോർമൽ റിലേഷനുള്ള ആൾക്കാർക്കാണ്, അതിലൊരു സാധാ സോൾ കോൺട്രാക്റ്റിലുള്ള ഒരാൾക്കാർക്കൊക്കെയാണ് ഈ ഒരു എനർജീനെ കിട്ടാത്തത്. എനർജീനെ എല്ലാ സോൾസിനും, എല്ലാ ട്വിൻ സോൾസിനും കിട്ടുന്ന ഒരു സംഭവമാണ് എനർജി എന്ന് പറയുന്നത്. ആ എനർജീനെയാണ് നമ്മൾ ക്യാച്ച് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്ത് നമ്മൾ അവരുടെ ആ ഒരു ഫീൽഡിലോട്ട് കയറി നമ്മൾ ചെയ്തും പറഞ്ഞും ഒക്കെ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞ ട്വിൻ സോൾസിന് നമ്മൾ കയ്യിൽ നിന്ന് പറത്തി വിടുക ചെയ്യണം. അത് എത്രത്തോളം നമ്മൾ വിടുന്നു അത്രത്തോളം നമ്മൾ ഹീലായി നമുക്ക് ആ ഒരു പോസിറ്റീവ് ഇത് നമുക്ക് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. അതേസമയം മറ്റുള്ളവർക്ക് എൻ്റെ കൂടെ വേണം, എന്നെ വിളിക്കണം, എന്നെ കാണണം, എന്നോട് സംസാരിക്കണം, അതല്ല. ശരിക്കും പറഞ്ഞാല് രണ്ടും രണ്ട് ഇതാണ്. അപ്പൊ ശരിക്കും ട്വിൻ സോൾസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന എനർജി എന്താണെന്ന് എല്ലാം മനസ്സിലാവും. അല്ലാത്ത ആൾക്കാർക്ക് തോന്നും ഞാൻ വെറുതെ ചുമ്മാ ഓരോ വട്ടിരുന്ന് പറയാണെന്ന്. അപ്പോൾ ഞാനീ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പേര് നമ്മളുടെ പൈസപരമായിട്ടും ഒക്കെ പറ്റിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരും ഇതിന് ആണ് എന്ന് പറയും. നമുക്കിപ്പോൾ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചില ആൾക്കാർ പറയും ട്വിൻ സോൾ ജേർണി ആണെന്ന് അന്നും പറഞ്ഞിട്ട് അവർക്ക് റീഡ് ചെയ്ത് കൊടുക്കും, വായിക്കുകയൊക്കെ ചെയ്യും. അപ്പുറത്തും പറഞ്ഞ് ഇവരൊക്കെ ഒറിജിനൽ ട്വിൻ ഫ്ലെയിംസ് ഒന്നും അല്ല. മനസ്സിലായോ? അവർക്കൊക്കെ അവരുടെ ബിസിനസ് താല്പര്യത്തിനൊക്കെ വേണ്ടിയൊക്കെയാണ്. അപ്പൊ നമ്മൾ അതുപോലെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ തന്നെ ഫസ്റ്റ് ഒന്ന് നോക്കുക. എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എനർജി, ആ എനർജി എന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടം, എനിക്ക് ആരോടും തോന്നാത്ത ഇഷ്ടം, അതല്ല. അതെല്ലാവർക്കും നമുക്ക് ഇഷ്ടങ്ങൾ ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ആയിട്ട് ഒരു അഫെയറോ അതല്ലെങ്കിൽ അത്രയും ഡെപ്തിലുള്ള ഒരു ഇമോഷൻ ഒരാളോട് തോന്നിയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ആരോടും തോന്നാത്തൊരു സ്പെഷ്യൽ ഇഷ്ടമൊക്കെ നമുക്ക് തോന്നും. അതൊന്നുമല്ല, അതിനൊക്കെ അപ്പുറം ഇഷ്ടം എന്ന് പറഞ്ഞിട്ടല്ലാതെ എനർജി വൈസ് കണക്ഷൻ ഉണ്ടോയെന്ന് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതൊരു ട്വിൻ സോൾ ജേർണിയാണ്. നിങ്ങൾ ചെയ്യുക. ആൾക്കാർ പറയുന്ന പോലുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. അതല്ലാത്തതിലാണെങ്കിൽ നിങ്ങൾ വെറുതെ കൊണ്ട് പൈസ കൊടുത്ത് നിങ്ങളുടെ പൈസയും നിങ്ങളുടെ വർഷങ്ങളും വെറുതെ നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വഴിതെറ്റി പോകുന്നതായിട്ടൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്, നമ്മുടെ അടുത്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയാണ്. സോ ഈ മെസ്സേജ്
ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു മൈ സോൾ ഫാമിലി.